അതെ, ആ കിളിയുടെ വായിരിക്കുന്ന കേൾക്കാൻ വേണ്ടിയാണോ ഞാൻ ഈ ചാടിത്തുള്ളി പോയത്. സംഭവം ഇവിടെ എത്തുന്നവരെ ഇങ്ങോട്ടാ വരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ റീലിലൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ള ഒരു സ്ഥലം, പക്ഷെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് എന്തോ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. നമ്മൾ ഡോറ് തുറന്ന് ഫുഡായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒത്തിരി കിളികൾ നമ്മുടെ കയ്യിലിരിക്കും. ഇപ്പൊ മുതൽ നിങ്ങൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നതെല്ലാം എന്റെ ഓവർ എക്സ്പ്രഷൻ ആയിരിക്കും. അതേ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പരിപാടി ഞാൻ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. രണ്ട്, എനിക്ക് ഈ സാധനത്തിന് പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ അന്യായ പേടിയാണ് എനിക്ക്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരാൾ കടിച്ചു പറിച്ചിട്ട് വരെ കൂളായിട്ട് നിൽക്കുന്നത്. ചെറിയ പൊട്ടലും പാറലൊക്കെ വരും, പക്ഷെ അത് വിഷയം. എന്റെ കയ്യിൽ കിളികളൊക്കെ പറഞ്ഞു വിട്ട് ഞാൻ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയപ്പോഴും ദേ ഇവിടെ ഒരാൾ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതിന് ഒരു കാരണമുണ്ട്. ഗൂഗിളിട്ടിന് ഈ പക്ഷിമൃഗാദികളോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടം. അതുകൊണ്ട് അവർ ഒന്ന് രണ്ടോ പറഞ്ഞ് കൊത്തിപ്പറച്ച് അവിടെ നിന്നോട്ടെ. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഫസ്റ്റ് സെറ്റ് കിളികളുടെ ആക്രമണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേ അടുത്തത്. ഇങ്ങനെയുണ്ടോ ഒരു ആക്രാന്ത ഭക്ഷണം കാണുമ്പോൾ? ഇവരെ പട്ടിണി കിട്ടേക്കുവാണോ എന്ന് വരെ നമുക്ക് തോന്നും. അതെന്തോ ആയിക്കോട്ടെ, അവരുടെ കാര്യം. പക്ഷെ ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്കുള്ള കടിയും മാന്തലും പിച്ചലും അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാണാൻ നല്ല ലുക്ക് ഉണ്ടെന്നുള്ള ഒടുക്കത്തെ ബുദ്ധി. ആ പാത്രത്തിന്റെ അടിയിൽ ഫുഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് തുറന്നു നോക്കുന്ന കണ്ടോ. ശരിക്കും അതിന്റെ ഉള്ളിൽ ഫുഡ് ഉണ്ടായിരുന്നു, നമ്മൾ ഒളിപ്പിച്ച് വെച്ചതാണ്. അത് പിന്നെ ഇമ്മാതിരി ആക്രാന്തം കാണിച്ച പിന്നെ എന്താ ചെയ്യാ? കാര്യം എന്തൊക്കെ പറഞ്ഞാൽ എനിക്കിതിനെ കാണുന്നതും തൊടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. എന്നെ വന്ന് കടിക്കാണ്ടിരുന്നാൽ മതി. എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താ അറിയോ? നമ്മൾ പണിയൊക്കെ എടുത്ത് പ്രാന്തെടുത്ത് ഇരിക്കുവാണെ ഒരു ദിവസം അല്ലെ കുറച്ച് നേരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും. മരവിച്ചിരിക്കുവാണെ കുറച്ച് ആ മരവിപ്പൊന്ന് മാറിക്കിട്ടും. എന്തൊക്കെയോ തരം ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് വരും ഇതിന് കാണുമ്പോഴും ഇതിനോട് സംസാരിക്കുമ്പോഴും. ആ ഒരു വൈബ് പിടിച്ച ഞാൻ അവിടെ നിന്നത്. കാര്യം നമ്മൾ അവരെ കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞെങ്കിലും അത്ര രസം അവരെ കാണാനായിട്ട്. അതിൻ്റെ സൗണ്ടും ആംബിയൻസും ഒരു രക്ഷയില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബോണസ് ട്രീറ്റ് ആയിരിക്കും ഇവർ ഒരുമിച്ച് ഇങ്ങനെ വറക്കുന്നത്. അത് ഞാൻ എത്ര പറഞ്ഞാലും അതിന്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ പരിപാടിയൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നോക്കുമ്പോഴത്തെ വേറെ രണ്ടുപേര് അവരുടെ നോട്ട് അത്ര ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ അധികം നേരം നിന്നില്ല. അപ്പൊ കുറച്ച് പക്ഷികളെ കാണുന്നതിനൊക്കെ അപ്പുറം വേറൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് എന്നെ കിട്ടിയൊരു സ്ഥലമായിരുന്നു അത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചെയ്യുന്ന പണിയെടുക്കുന്ന എന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഇങ്ങോട്ട്, പക്ഷെ അതൊരിക്കലും നഷ്ടമായില്ല. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.